വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെന്നൈയിലെ എൻ്റെ ഫസ്റ്റത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പോൾ ഇതപ്പോൾ ഞാനിന്ന് പഠിക്കാൻ പോകണമല്ലോ, എൻ്റെ ബോർഡൊക്കെ പിടിച്ചിട്ടോ. ഇത് കട്ടിംഗ് ബോർഡാണ്, കട്ടിംഗ് ബോർഡ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ദോശ ആൻഡ് തക്കാളി ചട്നി. ദോശയും തക്കാളി ചട്നിയാണ് നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരുണയ്ക്ക് നല്ല പനിയാണ്, ഒട്ടും വയ്യ. എന്നിട്ട് കുട്ടി ഇരുന്ന് സവാള ചെയ്യേണ്ടത്. ഒരു പണി ഞാൻ അടുപ്പിക്കില്ല, ഞാൻ തന്നെ ഫുള്ള് പണിയെടുത്ത് ഞാൻ തന്നെ ദോശ തൊട്ട് ഞാൻ തന്നെ തക്കാളി ചട്നി വെച്ച് ഞങ്ങൾ കഴിക്കും. അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ 3 പേരുള്ളൂ. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവോള, വെളുത്തുള്ളി, തക്കാളി ആൻഡ് പച്ചമുളക്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകണം ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് കത്തിക്ക് മുറിച്ച് പോരട്ടെ. കത്തിക്ക് മുറിച്ച എന്താ പറയുക തമിഴില് ഷാർപ്പില്ല, ഇംഗ്ലീഷ് തന്നെ ഷാർപ്പില്ല എന്നുള്ളത്. അതൊക്കെ എന്നാ ചൊല്ലു തമിഴില്? தெரியாதா? ഉണക്കും தெரியாதா? ഓക്കെ, ദെൻ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഗൈസ് ഞാൻ അവളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുന്നില്ല. ഞാൻ ഒന്ന് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് മൊത്തത്തിലൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് ഐ വിൽ കം ബാക്ക്. ഇവർക്ക് ഒന്നും പറയണത് ചിലതൊക്കെ മനസ്സിലാവണല്ലോ. എല്ലാവരും புரியலனா உனக்கு எனக்கு தெரியும். எல்லாத்தையும் கட் பண்ணி வச்சிட்டு நான் திருப்பி வரேன். യെസ്, അതുதான் சொன்னேன். ഷിഗോടിക്കൊക്കെ അവർക്ക് മനസ്സിലായി പറഞ്ഞ പോലെ. അപ്പോൾ ഇനി കൂടുതൽ കഷ്ടപ്പെടുത്തുന്നില്ല ഗൈസ്. ഞാൻ പോയി സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഐ വിൽ കം ബാക്ക്. ഓക്കെ, എന്നഫാ അരിയാൻ തുടങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞോളൂ. അപ്പോഴേക്കും കണ്ണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അപ്പം ഇനി ഇതൊന്ന് കഴുകി അരിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോഴേ നല്ലുണ്ട്. താങ്ക് യു. തമിഴ്നാട്ടിലെ സവോള ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ലപോലെ കണ്ണിന്നൊക്കെ ഉള്ളിയാ? ഉള്ളി, സവോള ഉള്ളി നല്ലപോലെ കണ്ണിരിപ്പുണ്ടായിരുന്നു. சரி, ரொம்ப கஷ்டப்படாதீங்க. നമ്മളിങ്ങനെ സവാള ഗിരി 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 സവാള ഗിരി 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 എന്ന് പറഞ്ഞിട്ട് അരിയണം. പക്ഷെ കത്തിക്കടകി മുറിച്ചില്ല ഗൈസ്. അപ്പം അരിഞ്ഞോളില്ല. നമ്മളിനിപ്പോൾ അടുത്തത് അരിയാൻ പോകുന്ന തക്കാളിയാണ് ഗൈസ്. ഓൾറെഡി ആയിട്ട് എത്ര തക്കാളി ഉണ്ട്? 3 തക്കാളി. 3 തക്കാളിയാണ് നമുക്ക് വേണ്ടത്. തക്കാളി അരിയാൻ എളുപ്പമായിരിക്കുന്നത്. ഐ മീൻ എളുപ്പമാണ്. ഞാൻ ഉദ്ദേശിച്ചത് സവാള ചെയ്യാൻ അത്ര പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തക്കാളി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് ഇനി ഇതൊക്കെ ഒന്ന് വരട്ടി അതിൻ്റെ കാട്ടും ഒക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ അരിയലും പിടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിന് ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. ചട്ടി ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എണ്ണ ഇടും. എണ്ണിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഈ അരിഞ്ഞു വെച്ച ഈ പച്ചക്കറിയെല്ലാം അവള് ബാക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളത് മൈൻഡ് ആക്കുന്നുണ്ടോ? ഇതിലേക്ക് വെക്കും. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ കോളൊക്കെ കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ഒരുമിച്ചിടാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ പറഞ്ഞിട്ടാ, ഇവര് പരിപ്പ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ പരിപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ചട്ടി ചൂടായിരുന്നു. നമ്മൾ ഈ സൗണ്ട് വല്ലാത്തൊരു സൗണ്ട് തന്നെയാണ്. എല്ലാ പാത്രത്തിലേക്ക് നല്ല പോകണം. ഓക്കെ, അപ്പൊ ഇത് ഇനി എന്താ பண்ணணும்? மிக்ஸ் பண்ணுங்க നന്നായിട്ട്. അല്ല, மிக்ஸ் பண்ணி எவ்வளோ நேரம் டைம் ஏதாவது இருக்கா? சேச்சி இந்த ரெட் சில்லி போடுங்க. ரெட் சில்லி போடலாம். இன்னும் எடுத்துட்டு வரவா? எது? அங்க இருக்கு. இந்த போஸ்ட் பண்ணுங்க. ரெட் சில்லி போட்டது. ஓகே, போஸ்ட். അപ്പോൾ റെഡ് ചില്ലി ആഡ് ചെയ്തിട്ട് നമ്മളിത് ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നാളത്തേക്ക് എന്തോ ഉള്ള സാധനമാണ്, മറ്റേ വായയുടെ സാധനമില്ലേ, അതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ മസാലപ്പൊടി കൂടണ്ടേ? അവൾ പറഞ്ഞത് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടടിക്കും. മിക്സിയിലിട്ടടിച്ച് പിന്നെയാണ് തോന്നുന്നു മസാലയൊക്കെ ഇടുന്നത്. നോക്കട്ടെ, അവൾ വരണം.
அவள் வந்து ஃபோனில் பேசிகிட்டு இருக்கு, அதனால நான் தான் பண்ணிட்டு இருக்கேன். என்னாச்சு? அண்ணா கோலா சால்ட் யூ யூஸ் கவர் பண்ணிட்டேன் கேமரா. சாரி. சால்ட் இப்போ எல்லா மசாலா பொடிஸ் எல்லாம் இப்போதான் யூஸ் பண்ணணுமா? மசாலா பொடிலாம் இதுக்கு கிடையாது சேச்சி. மசாலா பொடி கிடையாது. ஒன்லி சால்ட்டு. இது கல்லுப்பா மேடம்? யூனோ கல்லுப்பா? கல்லுப்பு வேண்டாம். லைட்டாக போடுங்க, நான் சொல்கிறேன். ஓகே. குவான்டிட்டி கட்டுங்க. லிவிச். ഓക്കെ മാഡം, ഇത് പോതുമില്ലേ? പോതും. അപ്പോൾ നമ്മൾ മിക്സ്ഡ് വെൽ. ഓക്കെ, നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാനാണ് ഒന്നും പുരിയല്ല ഷെഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്സ് ചെയ്ത് നന്നായിട്ട് എவ்வளோ டைம் மிக்ஸ் பண்ணணும்? just 5 minutes. enough. 5 minutes. just remember that 5 minutes மிக்ஸ் பண்ணிட்டு இதுக்கப்புறம் என்ன மசாலா போடுவா? கூல் பண்ணிட்டு அரைச்சிடணும். கூல் பண்ணி அரைச்சி மிக்சியிலிட்டு அரைச்சிடணும். அரைச்சிட்டு ஓகே, அவ்வளோதான். அப்படியே சாப்பிட வேணும். தோசை ஊற்றி சாப்பிடணும். ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് സെറ്റാക്കി കൂൾ പണിയിട്ടൊക്കെ വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിത് മിക്സിയിലാക്കി, മിക്സിയുടെ ജാറിലാക്കി. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണേ. അപ്പം നമ്മൾ പിന്നെ അരച്ചെടുക്കാൻ പോകും. മിക്സിയിൽ അരച്ചെടുത്തിരിക്കുകയാണ്. തക്കാളി ചട്നി ഈസ് റെഡി ഗൈസ്. ഇറ്റ്സ് റെഡി. ടേസ്റ്റ് നോക്കണോ? ടേസ്റ്റ് നോക്കാം. മുളകിനകത്തൊരു ഇച്ചിരി കൂടിപ്പോയോ? എന്നാലും ഓക്കെ. മീൻവൈൽ ഇവിടെ ഞാൻ വരാതെ ദോശ സ്റ്റാർട്ട് ചെയ്തു. അതെനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ചുടും ദോശ, ഞാനേ പണ്ണുവേ. ഓക്കെ വാ. ഓക്കെ ഗൈസ്, അരുണ വീണ്ടും പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്ക്, ഇത് അരുണ ചുട്ട ദോശ. ഇനി ഞാൻ ചുടുന്ന ദോശ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം. യെസ്, അങ്ങനെ ഞാൻ ദോശ ചുടാൻ പോവാണ്. ഈ മാവെല്ലാം ഉണ്ടല്ലോ, അരുണ തന്നെ വീട്ടിൽ മാവ് ഉണ്ടാക്കിയതാണ്. നീക്ക തന്നെ ഇത് പണ്ണേ. അവൾ തന്നെ അരച്ചെടുത്ത മാവാണ്. ഞങ്ങളിപ്പോൾ 2-3 ദിവസമാക്കി പട്ടികാന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ അരുണ തന്നെ അരച്ചെടുത്ത ദോശ ആൻഡ് ഞാനിത് ചൂടാൻ പോവാണ്. വന്നോ, അടുത്ത കമ്മി ചെയ്യുന്നു. എല്ലാവരും പാക്കറ്റും നമ്മുടെ ദോശ ഉപ്പറയ്ക്ക് ഏകദേശം റൗണ്ടൊക്കെ ആയിട്ടുണ്ടെന്ന് കേട്ടോ. എന്തെങ്കിലും ഓക്കെ തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാനപ്പോൾ കാര്യമായിട്ട് ദോശയൊക്കെ ചുടണം. ആരുണ്ടെങ്കിൽ തുണി എന്തൊക്കെയോ വാഷ് ചെയ്യാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ നേരത്തെ നിൽക്കണം. ബായ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുന്ന സമയത്തുള്ള റിയാക്ഷൻ നോക്കാം. ഓക്കെ ഡൺ ഗൈസ്. അങ്ങനെ നമ്മുടെ ദോശ ഞാൻ ചുട്ട വട്ടത്തിൽ വട്ടത്തിലുള്ള ദോശ നമ്പർ 1. അപ്പം ഞാൻ 2 ദോശയാണ് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചട്നി, എനിക്ക് സന്തോഷം വരുന്നു. ഞാൻ ഉണ്ടാക്കിയ ചട്നി ഇതോടെ വച്ചിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്നാ ടേസ്റ്റ് பண்ணட்டுமா? பண்ணுங்க ചേച്ചി. ഓക്കെ, ഇങ്ങനെ എടുക്കുക, ചട്നിയിൽ ഇങ്ങനെ മുക്കുക. നല്ല സൂപ്പറാണ് ഇത്. അമ്മ സൂപ്പർ ദോശ, സൂപ്പറാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. കണ്ണി ஏன் கலங்குது? எரிவு ஸ்பைசியாக இருக்குது. மிளகு கொஞ்சம் ஜாஸ்தியாக இருந்துச்சு, அதனால கொஞ்சம் ஸ்பைசியாக இருக்குது கைஸ். பட் ஆனால் சூப்பர் தோசை. அப்போ தேங்க்யூ அர்ஜுனா ஃபார் தி இன்ஸ்ட்ரக்ஷன்ஸ் அண்ட் தேங்க்யூ கைஸ் ஃபார் வாட்சிங். நான் சாப்பிட்டுட்டு அப்புறம் பார்க்கலாம். பாய் பாய்.